ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. സാമ്പത്തികമായും വൈകാരികമായും ശാരീരികമായും ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. എന്നാൽ കൃത്യമായ പ്ലാനിങ്, വളരെ സ്ട്രോങ് ആയുള്ള മാനസികാവസ്ഥയും ഉണ്ടെങ്കിൽ വിജയകരമായി ഇത് കൊണ്ടുപോകാനും സാധിക്കും. അതിനായുള്ള എളുപ്പ വഴികളിൽ ഒന്നാമത്തേത് കൃത്യമായൊരു ദിനചര്യ ഉണ്ടാക്കുക. കുട്ടികൾക്ക് ഒരു സുരക്ഷിത ബോധം ഉണ്ടാവാൻ കൃത്യമായൊരു ദിനചര്യ അത്യാവശ്യമാണ്. അവർക്ക് പഠിക്കാനും കളിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ കൃത്യമായ ഒരു സമയനിഷ്ഠ ഉണ്ടാക്കണം. ഇത് കുട്ടികളിൽ അച്ചടക്കബോധം ഉണ്ടാവുന്നതോടൊപ്പം മാതാപിതാക്കളുടെ ജോലി ഭാരം കുറയ്ക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തേത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ കുട്ടികളോട് തുറന്ന് സംസാരിക്കുക. വീട്ടിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അറിവ് നൽകുക. അവരുടെ വിഷമങ്ങളും അഭിപ്രായങ്ങളും കേൾക്കാൻ സമയം മാറ്റിവെക്കുക. ഇത് അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. രണ്ടാമത്തേത് ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടായിരിക്കണം. ഒറ്റയ്ക്കുള്ള വരുമാനം കൊണ്ട് കുടുംബം പുലർത്തേണ്ടതുള്ളത് കൊണ്ട് കൃത്യമായ ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കി കുട്ടികളുടെ ഭാവിക്കായി വിദ്യാഭ്യാസത്തിനും ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കുമായി ഒരു ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കുക. നാലാമതായി സഹായം ചോദിക്കേണ്ട സന്ദർഭങ്ങളിൽ ചോദിക്കാൻ മടിക്കരുത്. എല്ലാ കാര്യങ്ങളും തനിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങളെ പെട്ടെന്ന് തളർത്തും. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ അത് ചോദിക്കുക. പ്രത്യേകിച്ച് കുട്ടികളെ നോക്കാനും മറ്റൊരാളുടെ സഹായം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ആശ്വാസമായിരിക്കും. അഞ്ചാമത്തേത് സെൽഫ് കെയർ. നിങ്ങൾ ശാരീരികമായും മാനസികമായും ഹെൽത്തി ആണെങ്കിൽ മാത്രമേ കുട്ടികളെ നന്നായി നോക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിനായി, നിങ്ങളുടെ ആരോഗ്യത്തിനായി കുറച്ച് സമയം മാറ്റിവെക്കുക. പാട്ട് കേൾക്കാനോ വായിക്കാനോ നടക്കാനോ എക്സസൈസ് ചെയ്യാനോ ഒക്കെ കുറച്ച് സമയം മാറ്റിവെക്കുക. ഹെൽത്തിയായി ഭക്ഷണം കഴിക്കുക. നന്നായി ഉറങ്ങാനും സമയം കണ്ടെത്തുക. ആറാമത്തേത് കുറ്റബോധം ഒഴിവാക്കുക. എൻ്റെ കുട്ടിക്ക് മാതാപിതാക്കൾ രണ്ടുപേരുടെയും സ്നേഹം നൽകാൻ കഴിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം പലരിലും ഉണ്ടാകാറുണ്ട്. ഗുണനിലവാരമില്ലാത്ത രണ്ടുപേരേക്കാൾ നല്ലത് സ്നേഹമുള്ള ഒരാൾ ഒപ്പം ഉണ്ടാവുന്നതാണ്. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും കരുതലിനും മുൻഗണന നൽകുക. ഓർമ്മിക്കുക, നിങ്ങളൊരു സൂപ്പർ ഹീറോ ആകേണ്ട ആവശ്യമില്ല. സ്നേഹമുള്ള തണലാകുന്ന ഒരു അച്ഛനെയോ അമ്മയോ ആകുക, അതാണ് പ്രധാനം. ചെറിയ വിജയങ്ങൾ പോലും ആഘോഷമാക്കുക.